ഈ ഒരു സമയത്ത് ഇതൊരു ബോൾഡായിട്ടുള്ള മൂവ് തന്നെയാണ്. മുഫാസ ദ ലയൺ കിങ്ങും സോണിക്കിന്റെ പാർട്ട് 3യും ഒരേ ദിവസമാണ് റിലീസ് ചെയ്യുന്നത്. ഡിസംബർ 20-നാണ് ഈ രണ്ട് സിനിമകളെയും ക്ലാഷ് റിലീസ് വെച്ചിട്ടുള്ളത്. ഈ ഒരു സ്ട്രാറ്റജി ഈ രണ്ട് സിനിമക്കും നല്ലതാണ്. രണ്ട് സിനിമകൾക്കും നല്ല രീതിക്കുള്ള ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ വളരെ വലുതായിരിക്കും. പക്ഷേ ഡിസ്നിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഇത് ഡിസ്നിക്ക് വലിയൊരു റിസ്ക് തന്നെയാണ്. കാരണം ഡിസ്നിക്ക് ഒരുപാട് ബാക്ക്ലാഷുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഒരുപാട് കോൺട്രവേഴ്സീസ് നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് മുഫാസയെ പോലുള്ള ഡിസ്നിയുടെ സിനിമകളെയും ടിക്കറ്റ് സെയിലിനെയും നല്ല രീതിക്ക് തന്നെ ബാധിച്ചേക്കാം. മാത്രമല്ല മുഫാസയുടെ സ്റ്റോറി മാറ്റിയതിൽ കുറച്ച് ഫാൻസ് ഇപ്പോൾ ഡിസപ്പോയിന്റഡ് ആണ്. ഇതിന്റെ സ്റ്റോറി ലൈനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. മെയിനായിട്ട് മുഫാസ സ്കാർ ബ്രദർഹുഡും റൈറ്റ്ഫുൾ ഹെയർ ആയിട്ടുള്ള സ്കാറിന്റെ പ്രിവിലേജ് എങ്ങനെ മുഫാസയിൽ എത്തി എന്നൊക്കെ ആയിരിക്കും ഇതിൽ ചർച്ച ചെയ്യുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും സോണിക് 3ന്റെ ട്രെയിലർ വന്നപ്പോൾ എല്ലാവരും ലയൺ കിങ്ങിനെ മറന്നു എന്നുള്ളതാണ് സത്യം. ഫാൻസിനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം സോണിക്കിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വളരെ സക്സസ്ഫുൾ മൂവീസ് ആയിരുന്നു. അതിനുശേഷം ഒരു വലിയ ഇമ്പാക്റ്റോട് കൂടിയാണ് സോണിക്കിന്റെ തേർഡ് പാർട്ടിന്റെ ട്രെയിലർ വന്നത്. ഷാഡോന്റെ ഇൻട്രോ, കിയാനു റീവ്സ് ഷാഡോക്ക് സൗണ്ട് കൊടുക്കുന്നത്, ജിം കാരി റോബോട്ടിനിക്കായി തിരിച്ചു വരുന്നത്, അങ്ങനെ ഒരു വലിയ ഹൈപ്പിലാണ് ഈ മൂവി വരുന്നത്. എനിക്ക് ഈ സോണിക്കിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?